ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിൽ ഒരു ടൊമാറ്റോ ഉപ്മാവിൻ്റെ റെസിപ്പി നോക്കാം. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1 ടീസ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. ഒരുപാട് ചെറുതാക്കിയിട്ടല്ല, എന്നാലും കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കത്തിന് പകരം നമുക്ക് ബീൻസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒരു 1/4 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നന്നായിട്ടൊന്ന് വഴന്നിട്ട് ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസിലുള്ള തക്കാളി എടുത്താൽ മതി. തക്കാളി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ എടുക്കണമെന്നില്ല. നമ്മൾ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഈ പൊടികളും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് പോകണം. പിന്നെ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പുമാവിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നമ്മളിതിലേക്ക് 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് ഇരട്ടി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ 1/4 കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും റവ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി അടച്ച് വെച്ചാൽ ഉപ്പുമാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റ് കൂടി ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂണ് നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഈ നെയ്യ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഉപ്മാവിന്. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. നെയ്യും മല്ലിയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കാം. ആ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഉപ്മാവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറു ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് രാവിലെ ആയാലും അല്ലെങ്കിൽ രാത്രിയിലായാലും ഒരു ചൂട് കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.